വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യമാണല്ലോ നമ്മൾ എവൻഗേലിയനായി വായിച്ചു കേട്ട ഭാഗം. ആ ഭാഗം ഞാനൊന്നുകൂടെ വായിക്കാം. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു, ചിലർ സംശയിച്ചു. യേശു അടുത്തുചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം സകല ജാതികളെയും ഉപദേശിച്ചും കൊണ്ട് എൻ്റെ ശിഷ്യന്മാരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് ഉണ്ട് എന്ന് അരുളിച്ചു. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അടിയൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കണമേ. കേൾവിക്കാരായിട്ടുള്ള മക്കളെ വാഴ്ത്തണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് സഭ തൃത്വ ഞായറാഴ്ചയായി കൊണ്ടാടുന്ന ദിവസമാണ്. ട്രിനിറ്റി, അതോടൊപ്പം തന്നെ ദിവ്യസംഗീത ഞായറായിട്ടും ഇന്ന് ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച പെന്തക്കോസ് എന്താണെന്നും പെന്തക്കോസിൻ്റെ അനുഭവം എന്താണെന്നും ഞാൻ പ്രസംഗമത്തെ ഓർപ്പിക്കുകയുണ്ടായി. അതിന് മുമ്പിലത്തെ ഞായറാഴ്ച പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പഠിച്ചത്. ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസം, സഭാവിശ്വാസം നമ്മൾ പഠിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ പ്രത്യേകമായി പഠിക്കും. AD 52 യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ വിശുദ്ധ തോമസ് ലീഹായിൽ സ്ഥാപിതമായ സഭ. വി ബിലീവ് ഇൻ ട്രിനിറ്റി, തൃത്വത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. 66 പുസ്തകങ്ങളടങ്ങിയ വിശുദ്ധ വേദപുസ്തകം ദൈവനിശ്വാസ്യവും രക്ഷയ്ക്ക് ആധാരമായിട്ടുള്ള സകലവും അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ 2ാം വരവിലും മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിലും കർത്താവിനോടുള്ള പുതിയ ജീവിതത്തിലും ഈ സഭ വിശ്വസിക്കുന്നു. വിശ്വാസാചാരങ്ങളൊക്കെ പഠിക്കുമ്പോൾ അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. കർത്താവിൻ്റെ ശുശ്രൂഷയുടെ അവസാന ഭാഗമായിട്ടാണ് മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൽ അവസാനത്തെ ഭാഗങ്ങളിൽ കാണുന്നത്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം സകല ജാതികളെയും ഉപദേശിച്ചും കൊണ്ട് എൻ്റെ ശിഷ്യന്മാരാക്കിക്കൊള്ളുവിൻ. പ്രീച്ച് ദി വേർഡ് ഓഫ് ഗോഡ് ആൻഡ് മേക്ക് ഡിസൈപ്പിൾസ്. കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ ചെയ്തതും തിരുസഭയോട് ചെയ്യാൻ പറഞ്ഞതുമായ കാര്യങ്ങളാണ്. ഒന്ന്, ദൈവവചനം പ്രസംഗിക്കണം, ശിഷ്യന്മാരാക്കിക്കൊള്ളുവിൻ. വിശുദ്ധ മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ശിഷ്യന്മാരോട് യേശുക്രിസ്തു പറയുകയാണ്, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. അവരെ ബോട്ടും വലയും മീനുമെല്ലാം ഉപേക്ഷിച്ച് യേശുവിൻ്റെ പുറകെ ഇറങ്ങി പുറപ്പെട്ടതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി അത് തൃത്വത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ, ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. സന്ധ്യയായി ഉഷസ്സമായി 1-ാം ദിവസം. നല്ലതെന്ന് ദൈവം കണ്ടു. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനത്താൽ ലോകം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടു. പ്രപഞ്ച സൃഷ്ടിയും അതിനോടനുബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയും. ദൈവം ആണ്. വചനം സൃഷ്ടിക്കുന്നു. പരിശുദ്ധാത്മാവ് സൃഷ്ടി പ്രക്രിയയിൽ പ്രവർത്തിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ തിരുവചനത്തിലൂടെ നമുക്ക് വായിക്കുവാൻ കഴിയും. അതുകൊണ്ട് ത്രിത്വം എന്ന് പറയുന്നത് ഐക്യത്തിൻ്റെ സ്രോതസ്സാണ്. ദൈവാനുഭവത്തെ ആഴപ്പെടുത്തുന്ന ദൈവിക മർമ്മമാണ് ത്രിത്വം. ദൈവാനുഭവത്തെ ആഴപ്പെടുത്തുന്ന ദൈവിക മർമ്മമാണ് ത്രിത്വം. ത്രിത്വം നിയോഗത്തെ പരിപൂർണ ദൈവിക ജ്ഞാനം ആക്കി തീർക്കുകയാണ്. നിയോഗത്തെ അർത്ഥപൂർണമാക്കുന്നത്
ദൈവിക ജ്ഞാനമാണ് തൃത്വം. വിശുദ്ധ മാമോദിസായിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ജ്ഞാനാർത്ഥകമായ മാമോദിസയെ നിയമിച്ചവനായി എന്നൊരു പദമുണ്ട്. ജ്ഞാനാർത്ഥകമായ മാമോദിസയെ നിയമിച്ചു. അതുകൊണ്ട് തൃത്വം എന്ന് പറയുന്നത് നിയോഗത്തെ അർത്ഥപൂർണമാക്കുന്ന ദൈവിക ജ്ഞാനമാണ്, ദൈവത്തിൻ്റെ പരിജ്ഞാനമാണ് അതിലൂടെ ലഭിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഞാൻ എടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നമ്മുടെ ഈ ആരാധനയുടെ രഹസ്യം എന്താണെന്ന് ചോദിച്ചു. തൃത്വം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളപ്പെടുത്തലാണ്. തൃത്വത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിലൂടെയാണ് ആരാധനയും പ്രാർത്ഥനകളും മനുഷ്യന് ഉരുവിടുവാൻ കഴിയുന്നത്. പിതാവായ ദൈവത്തെക്കുറിച്ചും പുത്രൻ തമ്പുരാനെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങളെക്കുറിച്ചും നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് പരിജ്ഞാനമുള്ളതായിത്തീരുന്നത്. സർവശക്തൻ്റെ ശ്വാസം മനുഷ്യന് വിവേകം നൽകുന്നു എന്നുള്ളത് അർത്ഥപൂർണമായി തീരുന്നത് അതിലൂടെയാണ് എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. ഇന്ന് സൺഡേയിൽ പ്രത്യേകമായ ഒരു ആരാധനാക്രമം ഇവിടെ ഉപയോഗിക്കപ്പെട്ടു. അത് ദിവ്യ സംഗീത ഞായറായി ആരാധിക്കുന്ന ആരാധനാക്രമമാണ്. സംഗീതം ദൈവിക ആരാധനയാണ്. ദൈവത്തെ ആരാധിക്കുന്ന പരമമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് സംഗീതം എന്ന് പറയുന്നത്. ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിൽ ഒരു പദമുണ്ട്: ശാന്തതയെ ഭഞ്ജിക്കുന്ന കൊടുങ്കാറ്റും ഉള്ളിൽ ആഗ്രഹിക്കുന്നത് ശാന്തിയാണ്. ശാന്തതയെ ഇല്ലാതാക്കി തീർക്കുന്ന കൊടുങ്കാറ്റും ഉള്ളിൽ ആഗ്രഹിക്കുന്നത് ശാന്തിയാണ്. ലോകത്തിലെല്ലാവരും ശാന്തി ആഗ്രഹിക്കുകയാണ്. തൃത്വത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിലൂടെയാണ് ശാന്തിയും സമാധാനവും ലോകത്ത് വിളങ്ങുവാൻ സാധിക്കുന്നത്. ഒരൈതിഹ്യം നമ്മൾ പല രീതിയിൽ വായിച്ചിട്ടുണ്ട്. 2 ക്രൗഞ്ച പക്ഷികൾ ഒരു മരത്തിൻ്റെ മുകളിലിരുന്ന് അവരിങ്ങനെ സല്ലപിക്കുകയാണ്. ഒരു മലവേടൻ ആ സല്ലപിക്കുന്നതായിട്ടുള്ള പക്ഷികളെ കണ്ട് അസൂയ പൂണ്ടു. ആ മലവേടൻ ക്രൂരനായ ഒരു മലവേടനായിരുന്നു. അദ്ദേഹം ഒരു അമ്പെയ്ത് ക്രൗഞ്ച പക്ഷികളിൽ ഒരു ഇണപ്പക്ഷിയെ എമ്പെയ്ത് വീഴ്ത്തി താഴെ വീണു. ആ ക്രൗഞ്ച പക്ഷി, ആ ഒരു ഇണപ്പക്ഷി പ്രാണവേദനയോടെ പിടഞ്ഞു, രക്തമൊഴുകി പ്രാണവേദനയോടെ പിടഞ്ഞു. ആ ക്രൂരനായ ആ മലവേടൻ അത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അലിയാത്ത മനസ്സ് അലിഞ്ഞു. അദ്ദേഹം ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് ധ്യാനിച്ചു, തപസ് അനുഷ്ഠിച്ചു. ആ തപസ് അനുഷ്ഠിച്ച് മനസ്സിന് രൂപാന്തരമുണ്ടായ ആ വ്യക്തിയാണ് വാൽമീകി എന്നുള്ള ഒരു ഐതിഹ്യം നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ രൂപാന്തരപ്പെട്ട ആളാണ് വാൽമീകി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏത് മനുഷ്യനെയും മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിയുന്നത് സംഗീതത്തിലൂടെയാണ്, ആരാധനയിലൂടെയാണ് എന്നുള്ളത് ഓർക്കണം. വൈകുന്നേര സമയങ്ങളിൽ ഗ്രാമപ്രദേശത്തൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അനേകായിരം പക്ഷികൾ ചില വലിയ മരങ്ങളിൽ കൂടിയിരുന്ന് അതിൻ്റെ ഭാഷയിൽ അത് ദൈവത്തോട് പ്രാർത്ഥിക്കും. ആ ഭാഷ നമുക്കറിയത്തില്ല, ഈ പക്ഷികൾക്ക് അറിയാം. ഞാൻ ചില സ്ഥലങ്ങളിലൂടെയൊക്കെ വിസിറ്റ് നടത്തുന്ന സമയത്ത് ഈ പക്ഷികളുടെ ചിലമ്പൽ കേട്ടുകൊണ്ട് നിൽക്കാറുണ്ട്. അതേത് പക്ഷിയാണെന്ന് നമുക്കറിയത്തില്ല. 100 കണക്കിന് പക്ഷികൾ ഒരുമിച്ച് അത് ചിലക്കുകയാണ്. ഇന്ന് എളമ്പൽ ജെറുസലേം മാർത്തോമാ ഇടവകയിൽ പല സൈസ് ആളുകൾ, കറുത്തവർ, വെളുത്തവർ, നീളം കൂടിയവർ, നീളം കുറഞ്ഞവർ, വണ്ണം കൂടിയവർ, വണ്ണം കുറഞ്ഞവർ, എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നമ്മുടെ ഭാഷകൾ ദൈവത്തിനറിയാം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. നമ്മുടെ ഭാഷ നമുക്കറിയാം. എന്നാൽ പക്ഷികളുടെ ഭാഷ ആ പക്ഷികൾക്ക് അറിയാം. അതുകൊണ്ട് സംഗീതം ദൈവിക ആരാധനയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ അനുഭവമാണ്. അമേരിക്കയിലെ കറുത്തവർഗക്കാരുടെ ഇടയിൽ പാടിയ ഹിറ്റായ ഒരു പാട്ടുണ്ട്. അവരുടെ സ്വാതന്ത്ര്യ സമരത്തിനും അവരുടെ പിന്നോക്കാവസ്ഥയ്ക്കും പരിഹാരമായി ഉണ്ടായ പാട്ടാണ് വി ഷാൽ ഓവർകം, വി ഷാൽ ഓവർകം എന്നുള്ള പാട്ട്. വി ഷാൽ ഓവർകം, വി ഷാൽ ഓവർകം, വി ഷാൽ ഓവർകം സംഡേ, ഓ ഡീപ് ഇൻ മൈ ഹാർട്ട്, വി ഷാൽ ഓവർകം സംഡേ. അതുപോലെ ഹിന്ദിക്കാരുടെ ഇടയിലുള്ള നമ്മുടെ ആത്മാഭിമാനം ഉണർത്തുന്ന ഒരു പാട്ടാണ് സാരേ ജഹാം സേ അച്ഛ. അത് ഏത് ഭാരതീയനും അത് ജീവിതത്തിൽ അത് അനുഗ്രഹം ഉളവാക്കുകയും ഭാരതത്തോടുള്ള അഭിമാനം ഉണർത്തുവാൻ കഴിയുന്ന
ഒരു സംഗീതമാണ് സാരേ ജഹാം സേ അച്ചു. ഇന്ന് ഒരു വലിയ പാട്ടുകാരനെ കുറിച്ച് പറഞ്ഞ് അദ്ദേഹം എഴുതിയ പാട്ടും കൂടി പാടി ഞാൻ ഇന്ന് അവസാനിപ്പിക്കാം. PV തൊമ്മി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം 38 വയസ്സ് വരെ ജീവിപ്പാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ളൂ. കുന്നംകുളത്താണ് ജനിച്ചു വളർന്നത്. 1881 കുന്നംകുളത്താണ് ജനിച്ചത്. അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രമേ അദ്ദേഹത്തിന് ലഭിച്ചുള്ളൂ. കോളേജ് വിദ്യാഭ്യാസം ഒന്നും ലഭിച്ചില്ല. അദ്ദേഹം ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങി. ഒരു സ്കൂൾ അധ്യാപകനായി അദ്ദേഹത്തെ സഭ നിയമിച്ചു. കുറച്ച് നാൾ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം എന്നെ ഏൽപ്പിച്ച ജോലി ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ജോലി ഉപേക്ഷിച്ച് സുവിശേഷ വേലയിൽ പൂർണ്ണസമയം സുവിശേഷനായി പാടി ഇറങ്ങി. അദ്ദേഹം എഴുതിയ പാട്ടുകളാണ് ഇന്നു പകൽ മുഴുവൻ, വന്ദനം യേശുവര, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്ത് യേശുവേ, എന്നോടുള്ള നിൻ സർവ്വ നന്മകൾക്കായി എന്നുള്ള പാട്ട്. 136 ഗാനങ്ങൾ PV തൊമ്മി എഴുതി. 30ഓളം ഗാനങ്ങൾ വളരെ ഹിറ്റായ ഗാനങ്ങളാണ്. വസൂരി, കോളറ, ടൈഫോയിഡ് ഇവയോട് മല്ലടിച്ചാണ് അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചത്. ആ സുവിശേഷം പ്രസംഗിക്കുന്ന മധ്യത്തിൽ അനേകം ആളുകളെ ഉണർത്തുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ സംഗീതം അവർ ആലപിച്ചു. ഇന്ന് വലിയ PhD കാരന് ഒരു പാട്ട് എഴുതാൻ സാധിക്കുന്നുണ്ടോ? വേദപുസ്തകം നല്ലപോലെ വായിക്കാൻ പറഞ്ഞാൽ ഇന്ന് PhD കാരന് എത്ര പേര് വേദപുസ്തകം നല്ലപോലെ വായിക്കും? പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള ആ ദൈവദാസൻ 136ഓളം പാട്ടുകൾ എഴുതി. അദ്ദേഹം എഴുതിയ ഒരു പാട്ട് പാടി ഞാനിന്ന് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ക്രിസ്തീയ കീർത്തനം എടുത്താട്ടെ. 366 പാട്ട്. 366 പാട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് പാടാം. കൊയർ സൺഡേ ആയതുകൊണ്ട് വലിയൊരു പാട്ടുകാരൻ്റെ പാട്ട് പാടി ഇന്ന് നമ്മുടെ ഈ ധ്യാനം അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരം. എല്ലാവരും ചേർന്ന് പാടിയാട്ടെ. എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അതോ ചേർന്നയിലൊടു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ദൈവത്തിൻ്റെ സ്നേഹം അത് വളരെ വലുതാണ്. അതാർക്കും വർണ്ണിപ്പാൻ സാധ്യമല്ല. ദൈവം ലോകത്തെ സ്നേഹിച്ചു, ദൈവം എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു. ഗോഡ്സ് ലവ് ടു ദി വേൾഡ്. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ അത് വായിക്കുന്നുണ്ട്. ആ ബേസിക് എഡ്യൂക്കേഷൻ മാത്രമുള്ള ആ ദൈവദാസൻ കുറിച്ച വരികളാണ് താഴെ കുറിക്കുന്നത്. നമ്മുടെ രോഗങ്ങളാകാം, നമ്മുടെ ബന്ധനങ്ങളാകാം, വേദനകളാകാം. ഈ പാട്ട് പാടുമ്പോൾ അതെല്ലാം ഇറങ്ങിപ്പോകുവാൻ സാധിക്കണം, അതെല്ലാം ശമിക്കപ്പെടുവാനായിട്ട് സാധിക്കണം. നമുക്ക് വിശ്വാസത്തോടെ പാടാം. ദൈവമേ നിൻ മഹാസ്നേഹമതേൻ വിധം ആർക്കു ചിന്തിച്ചറിയാം. ദൈവമേ നിൻ മഹാസ്നേഹമതേൻ വിധം ആർക്കു ചിന്തിച്ചറിയാം. എനിക്കാവില്ലേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സക്കറിയാസ് മാർ തീബിലോസ് സഫറൻ മെത്രാപ്പൊലീത്ത തിരുമേനി കാസർഗോഡ് സ്കൂളിൻ്റെ ഡഫ് ആൻഡ് ഡംപ് സ്കൂളിൻ്റെ മാനേജരായിരിക്കുന്ന സമയത്ത് കുറച്ച് കുട്ടികളുമായി മാരാമണ്ണ് വന്ന് മാരാമൺ കൺവെൻഷനിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മധ്യത്തിൽ ആ കുഞ്ഞുങ്ങളെ കൊണ്ടൊരു പാട്ട് പാടി. അവിടെ ഇരുന്നവരെല്ലാവരും കരഞ്ഞു. എന്തിനാണ് കരഞ്ഞതെന്നറിയാമോ? അവർക്ക് സംസാരശേഷിയില്ല, അവർക്ക് വർത്തമാനം പറയാൻ സാധ്യമല്ല. എന്നാൽ അവരുടെ ഭാഷയിൽ അവർ ചില ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു. ആ പന്തലിരുന്ന് എല്ലാവരും കരയുകയാണ്. ഇന്ന് ജെറുസലേം മാർത്തോമ ഇടവകയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവുകളിലൂടെ ദൈവത്തിൻ്റെ ശബ്ദം പറയുവാൻ നമുക്ക് സാധിക്കുകയാണ്. ആമേൻ.
അതുകൊണ്ട് നമ്മൾ അടുത്ത വരി പാടുകയാണ്. ആയിരം ആയിരം നാവുകളോ വർണ്ണിപ്പാതെ എഴുതോ. ആയിരം ആയിരം നാവുകളോ വർണ്ണിപ്പാതെ എഴുതോ. 10,000 ചൊല്ലിടുവാൻ പാരില സാധ്യമാവോ. അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ ഒരുങ്ങുന്നതിന് മുമ്പ് നമ്മുടെ വീഴ്ചകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്ന അവസരമാണ് കുമ്പസാര പ്രാർത്ഥന. അതിന് നിദാനമായിട്ടുള്ള ഒരു പാട്ടാണ് അവസാനമായി നമ്മൾ പാടുന്നത്. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഓട്ടും നിഷേധിക്കാതെ. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഓട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമധുരമേ. അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ത്രിയേക ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് ആരാധനയിൽ നമ്മളെ ഉറപ്പിക്കുന്നത്. ആരാധനയുടെ ഭാഗമാണ് സംഗീതം. ആരാധനയുടെ ഏറ്റവും മൂർത്തിഭാവമാണ് സംഗീതം എന്ന് പറയുന്നത്. അത് ദൈവത്തിൻ്റെ ഭാഷയാണ്, ദൈവത്തോടുള്ള നന്ദി പ്രവർത്തനമാണ്. നമ്മുടെ വീഴ്ചകളെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് സംഗീതം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ആലപിച്ചതായിട്ടുള്ള പാട്ടുകൾ ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടുണ്ട്. നമ്മുടെ പോരായ്മകളെയും നമ്മുടെ കുറവുകളെയും ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുന്നതായിട്ടുള്ള സമർപ്പണത്തിൻ്റെ അനുഭവമാണ്. ഇന്നത്തെ ആരാധന ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. സമർപ്പിച്ച എല്ലാവരെയും കർത്താവ് വാഴ്ത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ചെയ്യിക്കപ്പെട്ട ആളിന് ഈ സമയത്ത് ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാമല്ലോ. ഞങ്ങളുടെ ജീവന്റെ ഉടമസ്ഥനായ